കുഞ്ഞിവാപിള്ളേനെ കൊണ്ടല്ലേ. പോയിട്ട് വരാട്ടോ. പോയിട്ട് വരാം. എന്താണ് ഞാൻ പോട്ടെ? പോട്ടെ. ആള് കൊറേ നേരായിട്ട് വൃത്തിയാക്കല്ലാണ്. എന്താ സംഭവം? എന്താ സംഭവം? പോയിട്ട് വരട്ടെ. പോയിട്ട് വരട്ടെ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് മൈക്കോടെ. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബ് ഒന്ന് ക്ഷണിച്ചിട്ടുണ്ട്. ഡൽഹി ഹരിയാനയിലേക്കാണ്. എന്തോ ഒരു 100ാമത് യൂട്യൂബിന് എന്തോ പരിപാടിയാണ്. അപ്പം അതിനു വേണ്ടി പോവുകയാണ്. അപ്പം അതുലേട്ടൻ സ്പെഷ്യലായിട്ട് രണ്ടാൾക്കും ഇൻവിറ്റേഷൻ അയച്ചിരുന്നു. അത് പറയാതൊക്കെ വയ്യ, പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. അതുമല്ല, ഞാൻ കൊയിലാണ്ടി പോയ തലറി ഒരു ദിവസം കൊണ്ട് പോയി തരുന്ന പരിപാടിയാണ് വെച്ചാൽ നാളെ പുലർച്ചെ അവിടുന്ന് കയറുന്നു, രാത്രി ആകുമ്പോൾ തിരിച്ച് എയർപോർട്ടിലെത്തുന്നു. നമുക്ക് ഉച്ചയ്ക്ക് ഒരു പരിപാടി, ഒരു 4-5 മണിക്കൂറിൻ്റെ ഒരു പ്രോഗ്രാമാണ് യൂട്യൂബിൻ്റെ. അപ്പം അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനും ബിജുവേട്ടനും കൂടിയാണ് പോകുന്നത്. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബിജുവേട്ടൻ്റെ അടുത്ത് പോയി ബിജുവേട്ടനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. പോയിട്ട് വരട്ടെ. അടുത്ത യൂട്യൂബിൻ്റെ പരിപാടിക്ക് യൂട്യൂബ് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഇപ്പോൾ കുഞ്ഞിവാപിള്ളേനെ കൊണ്ടല്ലേ. പോയിട്ട് വരാട്ടോ. ഒരു ദിവസം പോയിട്ട് എന്താ ഫംഗ്ഷൻ എന്താ ഒന്നും അറിയില്ല. എന്തായാലും യൂട്യൂബ് വിളിച്ചല്ലേ, പോയിട്ട് വരാം. ഇവിടെ നിന്ന് നേരെ ബിജുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാനും ബിജുവേട്ടനും കൂടി നാളെ പുലർച്ചെ ഡൽഹിയിലേക്കാണ് ഫ്ലൈറ്റ്. അവിടുന്ന് ഹരിയാന എന്നാണ് ലൊക്കേഷൻ കണ്ടത്. അപ്പം നമുക്ക് നേരെ ബിജുവേട്ടൻ്റെ വീട്ടിൽ പോയി നോക്കാം. അപ്പം ബിജുവേട്ടൻ്റെ വീട്ടിലെത്തിയിട്ട് കുറച്ച് സമയമായി. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ്, ചിക്കൻ കറി, ചക്കുപ്പേരി, ചോറ്, ചിക്കൻ കറി, സാമ്പാർ, ചിക്കൻ പൊരിച്ചത്, അതിനെന്താ പറയുക ഇവിടെ? പത്തല. നമ്മളാണ് പൊരിച്ച പത്തിരി ആണോ അവിടെ? നെയ്പത്തിരി അങ്ങനെയൊക്കെ പറയാം. എല്ലാം കൂടിയുള്ളൊരു ദിവസമാണ് ഇന്ന്. ഡയറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് മൊത്തം കഴിച്ചിട്ട് എൻ്റെ കഴിവ് തെളിയിച്ചു കൊടുക്കണം. കഴിക്കാം. വിജേട്ടാ അടിപൊളിയായിരുന്നു. ചിക്കൻ കറിയും ചോറും ഭയങ്കര കളിയിൽ. ഞാൻ വന്നു തൊട്ടിട്ട് നല്ല കളിയിലാണ്. വാവ കഴിക്കുന്നില്ല നെയ്ച്ചോറും ചിക്കൻ കറി? കഴിക്കുന്നുണ്ട് മോനെ. ഇനിയിപ്പോ രാത്രി ഭക്ഷണം കൊടുക്കണം എന്നില്ല. അവനിപ്പോ അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നമ്മളെ പരിപാടി എന്താ പിച്ചോട്ടാ? ഇനി നമ്മള് വേഗം കിടന്നുറങ്ങുക. രാവിലെ 3 മണിക്ക് പോകേണ്ടത്. എന്നുവെച്ചാൽ നമുക്ക് 6 മണിക്കായതുകൊണ്ട് 3:30 എണീച്ചാൽ 4 മണിക്ക് പോയാൽ മതി. 5:30 പോയാൽ 6 മണിക്ക് എത്തും. 6 മണിക്കാ ഫ്ലൈറ്റ്. നമ്മുടെ വീട്ടിൽ 1.5 മണിക്കൂർ മുന്നേ പോവാം. മിസ്സാക്കണ്ട. 1/4 മണിക്കൂറുള്ള വീട്ടിനടുത്ത്. 1 മണിക്കൂർ 6 മണിക്കല്ലേ 5 മണിക്കല്ലേ എത്തുള്ളൂ. അപ്പൊ 4:30 വിടണം. 4:30 മണിക്ക് 4 മണിക്ക് വിടണം. അത്രേ ഉള്ളൂ. പോവാ കഴിഞ്ഞ സമയം കറ്റാ. എപ്പം തന്നെ പോയാടിരിക്കാന്നല്ലേ. എനിക്ക് അന്ന് ഫ്ലൈറ്റ് മിസ്സായതിന്റെ ശേഷം ഭയങ്കര പേടിയാ. അതെന്താ സംഭവിച്ചാൽ ഞാൻ എയർപോർട്ടിലെത്തി, ഒരു സ്ഥലത്ത് ഇരുന്ന് ഉറങ്ങിപ്പോയി, ഫ്ലൈറ്റൊക്കെ പോയി. അതിന് ശേഷം എനിക്ക് എന്നുവെച്ചാൽ ഫ്ലൈറ്റ് പോയ വെച്ചാൽ 6 മണിൻ്റെ ഫ്ലൈറ്റിന് ഞാൻ 5:40 അവിടെ എത്തി. ചോല് കയറ്റൂല എന്ന് പറഞ്ഞു. അപ്പം 25 മിനിറ്റ് മുന്നേ ഞങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ കയറ്റിയില്ല. അപ്പം അതിന് ശേഷം അതാ അതിന് അടുത്ത ഫ്ലൈറ്റ് കുറച്ചും കൂടി അത്ര പൈസ കൊടുക്കേണ്ട ഫ്ലൈറ്റിന് ചെറിയൊരു പൈസയും കൂടി കൂട്ടിയിട്ട് അടുത്ത ഫ്ലൈറ്റിന് കയറിക്കുവാറ്. അങ്ങനെ നമ്മൾ പോയ സമയത്ത് ഏച്ചീൻ്റെ നമ്മളെല്ലാവരും കൂടി പോയതാ. അപ്പം നമ്മളെ 4 ആളത് ഒരു ദിവസം തന്നെ ഡേറ്റ് ഒരു ദിവസം മാറിപ്പോയി. ഒരാൾ പിറ്റേ ദിവസം എടുത്തിന്. അയ്യോ നമ്മളാകെ പെട്ട്. അതേപോലെ തന്നെ ഒരിക്കൽ മുംബൈയിൽ നമ്മളിങ്ങനെ രാവിലെ മുംബൈയിലെത്തിയിട്ട് വൈകുന്നേരം ഫ്ലൈറ്റ് പോകണ്ടേ. നമ്മളിതേപോലെ ഇരുന്ന് രാവിലെ ഫ്ലൈറ്റ് നോക്കി ഇരുന്നിട്ടില്ലേ, 7 മണിക്കൂർ എങ്ങാൻ നോക്കിയിരുന്ന് വയ്യ. നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് വർത്താൻ പറയുമ്പോൾ ലാസ്റ്റ് ആ ബസ് പോകാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് ഓടി വന്നിട്ട് നിങ്ങൾ പോകണ്ടല്ലേ വന്നിട്ട് കൂട്ടിക്കൊണ്ടു. എവിടെയാണ് ആ ക്യാൻറ്റീനിൽ അവർ കണ്ടിട്ട് നമ്മളാ രാവിലെ നിൽക്കുന്നില്ല. എനിക്ക് അവർ കൂട്ടിപ്പോയി. വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ കൊണ്ട് തടിയൊക്കെ തടി ഒന്ന് അനങ്ങിക്കോട്ടെ വിചാരിച്ചുമ്പോൾ എല്ലാവരും കൂടി ക്രിക്കറ്റ് കളിയായിരുന്നു.
കഴിവ് വന്നാൽ എല്ലാവരും കളിക്കും. കഴിഞ്ഞ പ്രാവശ്യം കഴിവ് കളിക്കും. നമ്മള് ഇന്ന് കളിക്കുമ്പോല്ലേ ഞാനും എപ്പോഴും കളിക്കുമല്ലോ. അപ്പൊ ഇവിടുന്ന് കളിക്കൂ? ഇവിടുന്ന് എല്ലാ ദിവസം കളിക്കും ഞാനും പോലും. ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ ഇതൊക്കെ ഇതിനകത്തിലെ കുറേ സാധനം നമ്മുടെ വീട്ടിൽ പൊട്ടി. അപ്പൊ ഒരു ബോൾ ഇപ്പൊ അതിന്റെ ഉള്ളിൽ പോയി. അപ്പൊ ഇതിങ്ങനെ പൊട്ടുന്നോണ്ട് ഓള് ഒരു ശർക്കെല്ലാം കിട്ടി ഓടി. നമ്മൾ അത് കാണാത്തതിനെ കൊണ്ട് നമ്മൾ എടുത്തില്ല. അതിന് അടുത്ത ഒരു ബോൾ ഇപ്പോൾ കൊണ്ടുവന്ന് കളിച്ചോണ്ടിരിക്കുക. നല്ല കിട്ടും. കുറച്ചു നേരം കളിച്ചിട്ട് നമുക്ക് കിടക്കാം. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച അപ്പ തന്നെ കിടക്കാൻ പാടില്ല. അപ്പം ഏകദേശം ഒരു 3-3:30 വേഗം റെഡി ആയിട്ടുണ്ട്. ബിജുവേട്ടനത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ചായയൊക്കെ അമ്മയൊക്കെ വീച്ചൊക്കെ എണീച്ചിട്ടുണ്ട്. വേഗം നമുക്ക് ഇറങ്ങണം. കുറച്ച് ലേറ്റായാൽ കുടുങ്ങി പോവും. ഇപ്പോൾ പോയിട്ട് വരാം. അമ്മേ പോയിട്ട് വരാം. നമ്മൾ കറക്റ്റ് എല്ലാം സിമ്പിളായിട്ട് കഴിഞ്ഞ്. ബിജുവേട്ടൻ ആദ്യമേ പറഞ്ഞിരുന്നു പേടിക്കണ്ടെന്ന്. കണ്ണൂരല്ലേ, കോഴിക്കോടല്ലേ, അപ്പോൾ കണ്ണൂരാണ്ട് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. ഇവിടെ തിരക്കും കുറവാണ്. പെട്ടെന്ന് നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി 1 മണിക്കൂറുണ്ട് ഫ്ലൈറ്റിന് കറക്റ്റ് പറഞ്ഞാൽ. അപ്പം കണ്ണു പറഞ്ഞിട്ട് കിട്ടുന്നില്ല. ബിജുവേട്ടൻ്റെ വീട് നല്ല കുളി പാസ്സാക്കി. നല്ല തണുത്ത വെള്ളമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ എനർജറ്റിക്കാണ്. അപ്പോൾ ഞാൻ കുടിച്ചില്ല. അല്ല കുളിച്ചില്ല. ഇല്ല ഞാൻ പറയുന്നത് ഇനി എനിക്ക് പേടി എന്താ പറയുക, ഫ്ലൈറ്റ് കയറിയിട്ട് ആ 3 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. എന്നൊരു ഉറക്കം അവിടെ കിട്ടില്ലല്ലോ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആരൊക്കെ ഉണ്ടെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അറിയില്ല. എന്തായാലും കേരളത്തിൽ നിന്ന് വേറെ ആൾക്കാർ ഉണ്ടാവേണ്ടതാണ്. കണ്ണൂരിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ആരുമില്ല. കോഴിക്കോട് നിന്നോ തിരുവനന്തപുരത്തു നിന്നോ കൊച്ചിയിൽ നിന്നായിരിക്കും ആരും വരികയാണെങ്കിൽ കയറുക. നമുക്ക് എന്തായാലും ഫ്ലൈറ്റ് കയറാം. അപ്പം നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി. ഇനി നമ്മളെ പ്ലാൻ എന്താ ബിജുവേട്ടാ? ഇനിയിപ്പോൾ എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ, അതുകൊണ്ട് മെഹൂന ഇവനറിയാം. അതുകൊണ്ട് ഇനിയിപ്പം പറയുന്ന പോലെ ഞാൻ കേൾക്കുമെന്നുള്ളൂ. നമുക്ക് പരിപാടി പോകുന്നവരെ പിന്നെ വരണം. ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. 2:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1:30 നമുക്ക് അവിടെ എത്തണം. അപ്പം നമുക്ക് ഇപ്പോൾ 9 മണി ആയിട്ടേ ഉള്ളൂ. നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകല്ലോ. ഇവിടുന്ന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എന്തോ ദൂരമുണ്ട്. അവിടെ പോയിട്ട് ഒരു ചെറിയൊരു റൂം എടുത്തിട്ട് അവിടെ ഡ്രസ്സൊക്കെ മാറ്റി. ഇതല്ല ഡ്രസ്സ് ഞാനും വിജയേട്ടനും കറുപ്പും വെള്ളയും ഒക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി എന്നിട്ട് അങ്ങോട്ട് പോകുന്നതെന്നല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എവിടുന്നെങ്കിലും ഒന്ന് ഡ്രസ്സ് മാറ്റാം. റൂം എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും സെറ്റപ്പിൽ ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് 1:30 ആകുമ്പോഴേക്കും അവിടെ എത്താം. എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി വിളിച്ചിരുന്ന നേരെ ഗൂഗിളിൻ്റെ ഓഫീസുകളുടെ അടുത്തേക്ക് പോയി. അവിടുന്ന് തൊട്ടടുത്തൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അവർ പറഞ്ഞെന്താ വെച്ചാൽ വിരാട് കോഹ്ലിയൊക്കെ വന്ന് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്, ചെറിയൊരു ഹോട്ടലാണ്, ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞു. നമ്മളെ പൂരിയും ബജ്ജിയാണ്. അവർ അതിന് വേറെന്തോ പേരാണ് പറഞ്ഞത്, പട്ടൂര് അങ്ങനെ എന്തോ. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലി വരുമോ വന്നിരുന്നോന്നൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് നേരെ പിന്നെ ഒരു ടാക്സി വിളിച്ചിട്ട് ഗൂഗിളിൻ്റെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. തൊട്ടടുത്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിങ്ങനെ അന്നേരം വിചാരിച്ചു കുറച്ച് ആൾക്കാരുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു 3-4 ആൾക്കാർ നമ്മൾ വിളിച്ചിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം എവിടെ എത്തി? ഗൂഗിളിൻ്റെ ഓഫീസിലെത്തിയിട്ടാ. അല്ല എന്താ സെറ്റപ്പ്. ഉള്ളിലേക്ക് വേഗം പോകാൻ പുറത്ത് കാണുന്നതിൽ അടിപൊളിയായിരിക്കും. നമുക്ക് ഉള്ളിൽ പോയി നോക്കാം ആരൊക്കെ ഉണ്ടെന്ന് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും ശരണ്യ അസ്മി ഉണ്ട്. അവരെന്നെ ഇവിടെ പറഞ്ഞിരുന്നു എയർപോർട്ടിൽ എത്തിയെന്ന്. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഉള്ളിൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ക്രിയേറ്റേഴ്സാണ്. ഇന്ത്യയിലെ പല ഭാഗത്തുള്ള വലിയ വലിയ ക്രിയേറ്റേഴ്സാണ്. ഇത് നമ്മുടെ അതുൽ ബ്രോ, യൂട്യൂബിൻ്റെ മാനേജർ, നമ്മളെ മാനേജ് ചെയ്യുന്നൊക്കെ അതുൽ ബ്രോ ആണ്. അതുൽ ബ്രോൻ്റെ സപ്പോർട്ട് ഒരുപാടുണ്ട് നമ്മളൊരു ചാനലിന്. അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മളും ജോയിൻ ചെയ്തു. ആ ടൈം ആകുമ്പോഴേക്കും ആദ്യം നമ്മൾക്ക് ജോയിൻ ചെയ്ത് ഒന്ന് കാർത്തിക്കായിരുന്നു, ഫുഡ് ബ്ലോഗർ, ട്രിവിയൻ ഫുഡി. അത് കഴിഞ്ഞിട്ട് ശരണ്യ അസ്വി ചേച്ചിയും വന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ട് നമ്മളെ കയ്യിൽ പിന്നെ പെട്ടി ഉണ്ടായിരുന്നു. നമുക്ക് റൂമുണ്ടെങ്കിൽ റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് വന്നത് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴും ജിയോ വന്നു. ജിയോ മച്ചൻ 2 പേരും വന്നിട്ടുണ്ട്. എംഫോടെക്കിലെ ജിയോ പ്രവീണും. അവരും നാളെ അവർ പോകുന്നത്. ഇന്നലെ അവർ വന്നിരുന്നു. 2 ദിവസം ഡൽഹി കറങ്ങിയിട്ട് ആണ് പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവർ വന്നത്. നമുക്കും അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷേ നമ്മളെ കൂടെ എൻ്റെ കൂടെ വാവയില്ല, കവി ഇല്ലാത്തതിനെ കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാനൊന്നും ചിന്തിക്കാത്ത പോലും. നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല ഡൽഹി കറങ്ങണമെന്നോ അങ്ങനെ ഒന്നും. ഇത് സത്യം പറഞ്ഞൊരു ഗെറ്റ് ടുഗദറും കൂടി. നമുക്ക് ഒരു വേറെ വൈബാണ്. നമ്മളെല്ലാവരും ഒന്നിക്കുന്ന ഒരു ടൈമും കൂടിയാണ്. നമ്മൾ
അത് നമുക്ക് വീഡിയോയിൽ എത്ര കാണുമെന്ന് അറിയില്ല. പിന്നെ ഒരുപാട് നല്ല നല്ല ഫുഡുകൾ എന്ന് വെച്ചാൽ അവിടുത്തെ വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരുന്നു. എന്തെല്ലോ ഫുഡുണ്ട്. കഴിച്ചു നോക്കണം എന്തായാലും. അടിപൊളി, കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസാണ് ഉള്ളത്. പിന്നെ ഇതുപോലത്തെ എന്തെല്ലോ പരിപാടികൾ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ അതൊക്കെ. അതുപോലെ തന്നെ ഫുഡും നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എല്ലാം ഒരു വെറൈറ്റി ടേസ്റ്റ്. ആ ഒരു ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു ഫ്രഷ് ചെമ്മീൻ. ജിയോ ബിജുവേട്ടനൊക്കെ ഇത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിപ്പോൾ 100ാമത്തെ ഇവൻ്റാണ്. എന്നുവെച്ചാൽ 99 ഇവൻറ്റ് ഇതുപോലത്തത് കഴിഞ്ഞ് 100ാമത്തെ സ്പെഷ്യൽ ഇവൻ്റ് ആയിരുന്നു. നമ്മൾ കൊച്ചിയിലത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന എല്ലാവരും സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടുന്ന് കുറേ ഫോട്ടോസും ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് എന്ന് വെച്ചാൽ ഒരു ഹാളിലേക്ക് എല്ലാ ക്രിയേറ്റേഴ്സും ഇരുന്നു. നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. നല്ല രസമുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചായയും കൂടി കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതല്ല ബിജേട്ടാ? കൊള്ളാം, അടിപൊളി. ഒരു എന്താ പറയുക, ഒരു ദിവസം ഒന്ന് എല്ലാത്തുനിന്നും മാറി ഒരു അടിപൊളി അല്ലേ? ചായക്ക് ഈ നാട്ടിൽ എന്തെല്ലോ സാധനങ്ങൾ പിന്നെയും നമ്മൾ കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പം നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ച് എയർപോർട്ടിലെത്തി. അപ്പം എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നല്ലേ? അതെ. ഇനിയിപ്പം നമ്മൾ രാവിലെ മുതൽ ഉറങ്ങിയില്ല, ടയർഡായി ശരിക്കും. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞ് പിന്നെ എനിക്കിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകണം. വിജയേട്ടൻ്റെ വീട്ടിലേക്ക് പോകും. ഇവരോട് നിൽക്കാൻ പറഞ്ഞു, നിൽക്കുന്നില്ല. ഇവന് നാളെ പരിപാടി ഉള്ളതിനെ കൊണ്ട് നേരെ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വിശ്വാസങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബൈ.